നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതാണ് പോലീസ് സ്റ്റേഷനിലെ കൂമ്പിനിടി. എസ്ഐയുടെ ലോക്കപ്പ് മർദ്ദന വീഡിയോ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. സംഭവം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 1 വർഷം മുൻപുള്ള CCTV ദൃശ്യങ്ങൾ ചോർന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കിടയിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണ് 1 വർഷം മുൻപുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നാണ് സൂചന. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ SI കുരിച്ചു നിർത്തി മർദ്ദിക്കുന്നതാണ് പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളുള്ളത്. പലതവണയായി പ്രതിയെ മർദ്ദിക്കുന്നത്, ഇയാൾക്ക് നേരെ ക്ഷോഭിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ SIയെ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. 2023 ജാനുവരി 23-നായിരുന്നു ഈ സംഭവം. യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്ന പരാതിയിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ വധശ്രമം അടക്കം ചുമത്തി കേസെടുത്തിരുന്നതായാണ് വിവരം. ഈ ദൃശ്യങ്ങളിലുള്ള അതേ SI തന്നെയാണ് അമ്പലമേട് സ്റ്റേഷനിൽ ഇപ്പോഴും ചുമതലയിലുള്ളത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചതിന് പിന്നിൽ സ്റ്റേഷനിലെ SIയും ചില പോലീസുകാരും തമ്മിലുള്ള പടലപ്പിണക്കമാണെന്നാണ് സൂചന. മണ്ണുമാഫിയയുമായുള്ള ബന്ധം ആരോപിച്ച് നേരത്തെ ചില പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഈ വിവരം വിജിലൻസിനെ അറിയിച്ചത് SI ആണെന്നായിരുന്നു ചില പോലീസുകാർക്കിടയിലെ സംസാരം. ഇതിന്റെ ഭാഗമായാണ് 1 വർഷം മുൻപുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതെന്നാണ് വിവരം. സംഭവത്തിൽ SI പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. CCTV ദൃശ്യങ്ങൾ ചോർത്തി മൊബൈൽ ഫോണിൽ പകർത്തിയ ശേഷം എഡിറ്റ് ചെയ്ത ക്ലിപ്പുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നായിരുന്നു SIയുടെ വിശദീകരണം. 2023 ജാനുവരിയിൽ സ്റ്റേഷനിൽ ഔദ്യോഗികമായി CCTV ക്യാമറ സ്ഥാപിച്ചിട്ടില്ല. ആ സമയത്ത് CCTV ക്യാമറ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നേയുള്ളൂ. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് CCTV ക്യാമറ ഔദ്യോഗികമായി സ്ഥാപിച്ചതെന്നും SI പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇന്ന് മറ്റൊരു സംഭവം കൂടി പോലീസിന് നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പ്രതി തടവ് ചാടി രക്ഷപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കോയോട് സ്വദേശിയായ ഹർഷാദിന്റേത് ആസൂത്രിത ജയിൽ ചാട്ടമാണെന്ന് ജയിൽ അധികൃതരും പറയുന്നു. എല്ലാ ദിവസവും രാവിലെ പത്രക്കെട്ട് എടുത്തിരുന്നത് ഹർഷാദായിരുന്നു. ജയിലിലെ വെൽഫെയർ ഓഫീസിൽ ജോലിയായിരുന്നു ഹർഷാദിന്. ഇതിന്റെ മറവിലാണ് പ്രതി ജയിൽ ചാടുന്നതിനുള്ള ആസൂത്രണം നടത്തിയത്. മയക്കുമരുന്ന് കേസിലാണ് ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത്. രാവിലെ പത്രക്കെട്ട് എടുക്കാൻ പോയ ഹർഷാദ് ബൈക്കിന്റെ പിറകിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഹർഷാദാണ് പത്രക്കെട്ട് എടുത്തിരുന്നത്. ഗേറ്റിന് പുറത്തേക്ക് പോയ പ്രതി നിമിഷ നേരം കൊണ്ട് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് പിറകിൽ കയറി പോവുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചാണ് പെട്ടെന്ന് തന്നെ കടന്നു കളഞ്ഞത്. ഇത് ആസൂത്രിതമാണെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. മയക്കുമരുന്ന് കേസിൽ 10 വർഷം തടവിനാണ് ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത്. കണ്ണവം പോലീസ് എടുത്ത കേസിൽ 2023 സെപ്റ്റംബർ മുതൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഹർഷാദ്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ അതിവിദഗ്ധമായി ജയിൽ ചാടിപ്പോയത്. ഏതായാലും സംഭവത്തിലും കേസ് അന്വേഷണം വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്.